നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. ഇച്ചിരി ലെങ്തി വീഡിയോ ആയിരിക്കും. താല്പര്യമുള്ളവർ കാണാം, താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്യും. LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ ഫോബി വർത്തനായി ചില ആളുകൾ പറയുന്ന വാദമാണ് അവരുടെ ഇടയിൽ മൃഗങ്ങളായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന്. അബ്ദുള്ള ബാസിലും തന്റെ വീഡിയോയിൽ ഇതേ വാദം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് തെളിയിക്കാനായി പ്രൈഡ് റാലിയുടെ കുറച്ച് വിഷ്വൽസും അയാളുടെ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഡീപ്പായിട്ടാണ് സോ കോൾഡ് മൃഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ട്രാൻസ് വ്യക്തി മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള വാദം എന്താണെന്ന് നോക്കാം. ഒരു ട്രാൻസ് മാൻ പറയുന്നത് തന്റെ ശരീരം ഒരു സ്ത്രീയുടേതാണെങ്കിലും തനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പുരുഷനായിട്ടാണ് എന്നാണ്. അതായത് ഒരു ട്രാൻസ് വ്യക്തിക്ക് തന്റെ ശരീരത്തെക്കുറിച്ചും തന്റെ ചുറ്റുപാടുമുള്ള റിയാലിറ്റികളെ കുറിച്ചും മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ്. ചരിത്രപരമായി നോക്കിയാലും സാംസ്കാരികപരമായി നോക്കിയാലും ട്രാൻസ് വ്യക്തികളുടെ സാന്നിധ്യം ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലുള്ള ഹിജ്റാസ്, നോർത്ത് അമേരിക്കൻ കൾച്ചറിലുള്ള ടു സ്പിരിറ്റ് പീപ്പിൾ, ഇതെല്ലാം ഇതിന് ഉദാഹരണമാണ്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളർച്ചയിലൂടെ നമുക്ക് ലഭിച്ച ചില ബയോളജിക്കൽ മാർക്കേഴ്സ് കൂടിയുണ്ട്. ഉദാഹരണത്തിന് 1995 നടന്ന എ സെക്സ് ഡിഫറൻസ് ഇൻ ദ ഹ്യൂമൻ ബ്രെയിൻ ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു ട്രാൻസ്സെക്ഷുവാലിറ്റി എന്ന പഠനം പ്രകാരം ജെൻഡർ ഐഡന്റിറ്റിക്ക് കാരണമാകുന്ന ഒരു ഏരിയയായ ബെഡ് ന്യൂക്ലിയസ് ഓഫ് ദ സ്ട്രിയ ടെർമിനാലിസിന്റെ സെൻട്രൽ ഹബ് ഡിവിഷന്റെ സൈസും ന്യൂട്രോൺ കൗണ്ടും ട്രാൻസ് വ്യക്തികൾ ഐഡന്റിഫൈ ചെയ്യുന്ന ജെൻഡറിനോട് സമാനമാണെന്ന് കണ്ടെത്തി. ഇതുപോലെയുള്ള മറ്റ് പല പഠനങ്ങളും ഉണ്ട്. ഒരു ഡോക്ടറിന് തന്നെ ഡിഗ്രി കപ്പലിന് പൊതിഞ്ഞപ്പോൾ കിട്ടിയതല്ലെങ്കിൽ ഇതൊക്കെ സെർച്ച് ചെയ്ത് പഠിക്കാനുള്ളതേ ഉള്ളൂ എന്നാണ് എന്റെ അറിവ്. മൃഗങ്ങളുടെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ വിളിക്കുന്ന പേരാണ് ഫറീസ്. ഇതൊരു സബ് കൾച്ചറൽ ഫിനോമിനാണ്. അതായത് നമ്മുടെ മാർവൽ കോസ്പ്ലേക്ക് പോലെ അവരുടെ കൾച്ചറുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ചില സാങ്കല്പിക മൃഗങ്ങളുടേതോ മൃഗത്തിന്റെ രൂപത്തിന് സമാനമായ രൂപങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ. ഇവർക്ക് ബയോളജിക്കൽ മാർക്കേഴ്സ് ഒന്നും തന്നെ ഇല്ല. ആ ക്യാരക്ടേഴ്സിനുള്ള ഇഷ്ടം കൊണ്ട് അത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നവരാണ്. പിന്നെ മറ്റൊന്ന്, ലൈംഗികതയുടെ ഭാഗമായിട്ട് പെറ്റ് ബിഹേവിയർ ചെയ്യുന്നവരാണ്. ഇത് സ്വന്തം ലൈംഗിക താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ തന്റെ പാർട്ട്ണറുടെ ലൈംഗിക താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താനോ വേണ്ടി പെറ്റ് ബിഹേവിയർ അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള കോസ്റ്റ്യൂംസ് ധരിക്കുന്നവരാണ്. ഇത് തികച്ചും ലൈംഗികപരമായ പ്രവൃത്തിയാണ്. ഇവർ മൃഗങ്ങളായിട്ടൊന്നും ഐഡന്റിഫൈ ചെയ്യുന്നില്ല. ഇതൊരു സെക്ഷൽ ഫാന്റസിയാണ്. ഇനിയുള്ളത് അതർകിൻ വ്യക്തികളാണ്. ഇതും ഒരു കൾച്ചറൽ ഫിനോമിനാണ്. ചില കൾച്ചറുകളിൽ മതപരമായും സാഹിത്യപരമായുള്ള വിശ്വാസങ്ങളിൽ മൃഗങ്ങൾ ക്യാരക്ടറുകളായി വരുന്നുണ്ട്. ഈ കൾച്ചറുകളിൽ വിശ്വസിക്കുന്ന ചില ആളുകൾ ഇത്തരത്തിലുള്ള മിസ്റ്റിക്കൽ ക്യാരക്ടേഴ്സായ മൃഗങ്ങൾ തങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതായും തങ്ങൾ ഈ ക്യാരക്ടേഴ്സിന്റെ ഐഡന്റിറ്റി ആണെന്നും വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ചില വിശ്വാസങ്ങൾ ഇത്തരത്തിലുള്ള അതർകിൻ വ്യക്തികളെ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് വെളിച്ചപ്പാടുകൾ. അതുപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസ പ്രകാരം ജിന്ന് ബാധിച്ചവരെല്ലാം ഈ അതർകിനിൽ ഉൾപ്പെടും. ഇത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ എക്സിസ്റ്റൻസ് പോലെ ഒരു ക്രോസ് കൾച്ചറൽ സംഭവമേ അല്ല. കാരണം ഹിന്ദുക്കളിൽ മാത്രമേ ദേവി പ്രവേശിക്കാറുള്ളൂ, മുസ്ലിമുകളിൽ മാത്രമേ ജിന്ന് കൂടാറുള്ളൂ. ഇത് തിരിച്ചും മറിച്ചും സംഭവിക്കാറില്ല. അതർകിൻ എന്ന പ്രതിഭാസത്തിന് ബയോളജിക്കൽ മാർക്കേഴ്സ് ഒന്നും തന്നെ അവൈലബിൾ അല്ല. ഈ ബയോളജിക്കൽ മാർക്കേഴ്സും ക്രോസ് കൾച്ചേഴ്സുമായി നിലനിൽക്കുന്ന ട്രാൻസ് വ്യക്തികളുടെ എക്സിസ്റ്റൻസിന് യുക്തിയില്ല എന്ന് വാദിക്കുന്ന അബ്ദുള്ള ബാസിൽ മുസ്ലിം സമുദായത്തിൽ മാത്രം നിലനിൽക്കുന്ന ജിന്ന് ബാധിക്കുന്നതിന്റെ യുക്തിഭദ്രതയെ ചോദ്യം ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഈ പ്രൈഡ് മാർച്ച് എന്നത് വൈവിധ്യങ്ങളുടെ ആഘോഷമാണ്. ഒരു പ്രൈഡ് മാർച്ചിൽ പങ്കെടുക്കാൻ നിങ്ങൾ LGBTQ കമ്മ്യൂണിറ്റിയിൽ അംഗമാകണമെന്നൊന്നുമില്ല. നിങ്ങളൊരു ഹെട്രോസെക്ഷൽ ആയിക്കോട്ടെ, നിങ്ങളൊരു വിശ്വാസി ആയിക്കോട്ടെ, നിങ്ങൾ ആരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രൈഡ് മാർച്ച് റാലികളിൽ പങ്കെടുക്കാം. പ്രൈഡ് റാലിയിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് നിങ്ങൾ LGBTQ കമ്മ്യൂണിറ്റിയിലെ അംഗവുമാകാൻ പോകുന്നില്ല. ഒരു പ്രോഗ്രസീവായ സൊസൈറ്റിയിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ആരെയും ശല്യം ചെയ്യാതെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഇത്തരത്തിലുള്ള കള്ളത്തരത്തിലൂടെയും കുപ്രചരണങ്ങളിലൂടെയും ഇത്തരക്കാർ നശിപ്പിക്കുന്നത്.